നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കുമരകത്താണ്. ഭംഗിയായിട്ടാണ് അത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള അറേഞ്ച്മെന്റ് ഒക്കെ. അയ്യോ, ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ പിടിക്കുന്ന ഫ്രഷ് തരം പെട്ടയ്ക്കുന്ന പ്രോൺസും ആയിട്ടുള്ള രീതിയിലാണ് അത് സെറ്റ് ചെയ്തത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം വരുന്നത്. ഇത് പൊതുവെ വരുന്നത് 7500. സൈഡുകളിൽ കയറുന്ന ഒരു ഫീലാണ് നമ്മൾ പെട്ടെന്നുള്ള ദൂരെ കാണുന്ന പാലം എന്ന് പറയുന്നത് തണ്ണീർമുക്കം ബണ്ട് റോഡാണ്. ആ ദൂരെ കാണുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കരയിൽ എത്തുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് സിമ്പിൾ അല്ല കേട്ടോ, ഇത് കുറച്ച് ഡിഫിക്കൽട്ടാ. പെട്ടയ്ക്കുന്ന കരിമീനുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, നല്ല ചെമ്മീൻ കറിയുണ്ട്. ഞങ്ങളായിട്ട് നമ്മുടെ പ്ലേറ്റ് നിറഞ്ഞിരിക്കുകയാണ്. ഒരു അടിപൊളി. അന്തിക്കൂടെ കാമത്തി ഞാൻ ഇളം കള്ള കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ. എല്ലാവർക്കും ഡോക്ടർ അനാസ് യാത്ര ഡയറീസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കുമരകത്താണ്. ഇന്നത്തെ നമ്മുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബോട്ടിംഗ് ആണ്, കുമരകം ബോട്ടിംഗ്. അപ്പം നമ്മൾ ഈ കായലിന്റെ എല്ലാ ഭംഗി ആസ്വദിച്ച് നമ്മളൊരു ട്രിപ്പ് നമ്മൾ കായലിലൂടെ നടത്തുകയാണ്. ഇത് ഹൗസ് ബോട്ടിലുള്ള നമ്മുടെ ഫുൾ ഫാമിലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പായിരിക്കും നമ്മൾ ഇന്ന് നടത്തുന്നത്. ഉള്ളിലെ വിശേഷങ്ങളും ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ വീഡിയോയിൽ ഉള്ളിൽ പറയുന്നതായിരുന്നു. നമ്മുടെ ഫാമിലി ഫുൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാനും ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മുടെ ഹൗസ് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് പയ്യെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 hours ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ടൈം. ഇപ്പൊ സൈഡ് നോക്കിയാൽ അറിയാം, പല ബോട്ടുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് കുമരകം കൈപ്പുഴമുട്ട് എന്ന് പറയുന്ന കനാലിൽ നിന്ന് നമ്മുടെ വേമ്പനാട്ട് കായലിലേക്ക്, കേരളത്തിലെ ഏറ്റവും ലാർജസ്റ്റ് കനാലായ വേമ്പനാട്ട് കായലിലേക്കാണ് നമ്മുടെ ബോട്ട് പോകുന്നത്. അതിന് മുന്നേ നമുക്ക് നല്ല ഫ്രഷ് ക്രാബും പ്രോൺസും ഒക്കെ കിട്ടുന്ന ഒരു സെൻറ്റർ ഇവിടെയുണ്ട്. അപ്പം ഇവിടുന്ന് നമ്മൾ ഫ്രഷ് സാധനം വാങ്ങിച്ച്, ഫ്രഷ് ക്രാബും ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ സെൽഫായിട്ട് കുക്ക്, സെൽഫല്ല ഇവരുണ്ടാവും, നമുക്കൊന്ന് കാണാൻ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ വാങ്ങിച്ച് ബോട്ടിൽ തന്നെ വെച്ച് കുക്ക് ചെയ്ത് അവിടുന്ന് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 5 മണിക്കൂർ എന്താ പറയുക, സ്വർഗീയ യാത്ര നമ്മളിങ്ങനെ ഇവിടുന്ന് പ്രോണും ക്രാബും ഒക്കെ വാങ്ങിച്ച് തന്നെ അങ്ങ് തുടങ്ങുന്നത്. അപ്പം ഇവിടുന്ന് നോക്കിയാൽ തന്നെ നല്ലൊരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും. കായലിൻ്റെ ഇടയ്ക്ക് ചെറിയ പച്ചപ്പും, അതിലൂടെ മറ്റു ബോട്ടുകളൊക്കെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബോട്ട് ആണ്ടവൻ ബോട്ട് ഹൗസ് എന്ന് അറിയപ്പെടുന്ന ബോട്ട് സെന്റേഴ്സ് ആണ് ഇവരുടേത്. അപ്പം ഇവർക്ക് പല തരത്തിലുള്ള പല സൈസിലും എന്താ പറയാ, വലിയ കോൺഫറൻസ്, ചെറിയ ഷിക്കാര ബോട്ടുകൾ, ലോക്കലായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക് പറ്റുന്ന ചെറിയ ആൾക്കാർ മാത്രം കൊള്ളുന്ന ചെറിയ കനാലിലൂടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റുന്ന കൂട്ട് ഷിക്കാര ബോട്ടുകളും തൊട്ട് വലിയ കോൺഫറൻസ്, ഒരു 100-150 ആൾക്കാരെ ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന വലിയ ഒരു കോൺഫറൻസ് ആൾക്കാരെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ബോട്ടും ഇവരുടെ കയ്യിലുണ്ട്. ഇവരുടെ കാറ്റഗറി ഇവർക്ക് ഉണ്ട്. അപ്പം ഏതാണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ചൂസ് ചെയ്തേക്കുന്നത് അപ്പർ ബെർത്ത് ഒക്കെ വരുന്ന അപ്പർ ഡിലക്സ് ബോട്ടിലാണ്. ഡീറ്റെയിൽ ആയിട്ട് ഓരോ റൂമും അതിന്റെ ഫ്രണ്ട് തൊട്ട് കിച്ചണും അപ്സ്റ്റേഴ്സും എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇപ്പൊ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഞങ്ങൾ തന്നത്. നമ്മളിപ്പം നമ്മുടെ പ്രോൺസ് താഴോട്ട് ഇറങ്ങി പോയിട്ട് നമുക്ക് അടുത്ത് കാണാം നമ്മുടെ പ്രോൺസും ക്രാബും ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ത്രില്ഡാണ്. ഞങ്ങളുടെ ബോട്ട് ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട്, മിക്ക ബോട്ടുകൾ ഇവിടെ വന്ന് പാർക്ക് ചെയ്ത് ഇവിടുന്ന് ഫ്രഷ് പ്രോൺസും ക്രാബും ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കരിക്കും ഇവര് കൊടുക്കുന്നുണ്ട്. കരിക്കൊക്കെ നല്ലപോലെ ഫ്രഷ് ആയിട്ട് ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇങ്ങനെ കുറെ ക്രാബിനെയൊക്കെ ഇത് പിടിച്ച് ഇവരിട്ടിട്ടുണ്ട്. ഓടി നടക്കുന്നതിനെയാണ് നമ്മൾ പിടിക്കുന്നത്. അയ്യോ, അതിന് അതിന്റെ റബ്ബർ ബാൻഡ് എന്തോ വെച്ചിട്ട് അതിന്റെ കാലെല്ലാം നല്ല കെട്ടി അതിന്റെ അള്ളി പിടിക്കാതിരിക്കാനായിട്ട്, ഉപദ്രവിക്കാതിരിക്കാനുള്ള ഒരു ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, എനിക്ക് വേണ്ട. അയ്യോ, ഞാൻ ആദ്യമായിട്ട് ഇതിനെ പിടിക്കുന്നത്. എന്റെ അമ്മ, അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടമുള്ള മീൻ ഇവിടുന്ന് ചോദിച്ചാൽ അവർ എടുത്തു തരും കേട്ടോ. കരിമീനുണ്ട്, വേറെ വലിയ അയല, ട്യൂണ ഇവിടെ ഉണ്ട്. പ്രോൺസിന്റെ സെക്ഷൻ ഇവിടെ അവർ ഉണ്ട് സെപ്പറേറ്റ്. നമ്മൾ ക്രാബ് ആദ്യം കാണിച്ചു.
അപ്പം ഇത് ഗസ്റ്റിന് വേണ്ടത് ഏതാ, ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കിലോ കണക്ക് അവർ എടുത്തു തരും. ആണോ? ഞങ്ങൾ പ്രോൺസ് വാങ്ങി നല്ല വലുപ്പമുള്ള വലിയ ഇതിനെ എടുക്കാവോ? അല്ല ചക്ക പ്രോൺസ്. അപ്പൊ നമ്മളെല്ലാത്തിനെയും ഫ്രഷ് തരാം. പെട്ടയ്ക്കുന്ന പ്രോൺസും കാവും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങള് പാക്ക് ചെയ്ത് ഇറങ്ങാം. വന്ന നമ്മുടെ പ്രോൺസ് നേരെ നമ്മള് കിച്ചണിലേക്ക് നല്ല ഫ്രഷ് ആയിട്ട് കൊണ്ട് ഏൽപ്പിക്കാൻ പോവാ. ഇവിടെ ബേസിനിലേക്ക് വെച്ച് ഓക്കെ ഓക്കെ. ഈ കരിമീനൊക്കെ നല്ല മസാലയൊക്കെ തേച്ച് പരത്തി വെച്ചിട്ടുണ്ട്, നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട്. ഇവിടുന്ന് അവര് കിച്ചണിന്റെ ബാക്ക് സൈഡ്, ഇത് ബോട്ടിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരും, അവിടുന്ന് നമുക്കൊരു ബാക്ക് വ്യൂ ഒക്കെ കിട്ടുന്നേ. എല്ലായിടത്തുനിന്നും ഇവിടുന്നൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടുന്ന് ബോട്ട് നേരെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മള് മീൻ വാങ്ങിച്ച പ്രോൺസ് വാങ്ങിച്ച സ്പോട്ട് അവിടെ കാണാം. അപ്പൊ അവിടുന്ന് നമ്മള് ഡൈവറിന് അവിടുന്ന് പോന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് കിച്ചൺ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാൾ പെയിന്റിങ്ങും വാൾ ഡെക്കറേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. ഗ്രേയും ഒരു സിൽവർ ഷെയ്ഡ് വരുന്നതും ഒരു ഏകദേശം ഒരു ബ്രൗണിഷ് ഗോൾഡൻ ബ്രൗണിഷ് ഒരു ഷെയ്ഡ് വരുന്ന രീതിയിലും, പിന്നെ ഇപ്പറേ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു എന്താ പറയാ ഒരു ക്രീം പെയിന്റും ഒക്കെ വരുന്ന രീതിയിൽ. അത് വെറും എന്താ പറയാ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് അല്ല കേട്ടോ, ഇച്ചിരി ഒരു പൊങ്ങിത്താന്ന ഒരു റഫ് ആയിട്ട് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ മേക്ക് ചെയ്തേക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഓരോ കരിങ്കല്ലിന്റെ ആ ഒരു റിസംബ്ലൻസ് വരുന്ന രീതിയിൽ കട്ടയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ അതേപോലെ തന്നെ ഒരു 6 ആക്ട് ഡിസൈനിൽ ഒരു ക്രീമും വൈറ്റ് ഷെയ്ഡ് ഒക്കെ വരുന്ന രീതിയിൽ ഇവിടെ ഉണ്ട്. ഇത് ഈച്ച് ആൻഡ് എവറി പോയിന്റ് നല്ല രസമുണ്ട് കേട്ടോ അവര് കാണാനായിട്ട്. നമ്മുടെ ബോട്ട് ചെറുതാണെങ്കിലും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ഭയങ്കര ഭംഗിയുള്ള രീതിയിലാണ് ഇവരിവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഞങ്ങൾക്ക് ഒരു ബെഡ്റൂം ഉണ്ട്, നല്ല വിശാലമായിട്ടുള്ള. ഞങ്ങളുടെ പിള്ളേർ ഇവിടെ ബെഡ്റൂം ഒക്കെ കയ്യേറിയ വന്നപ്പോ തന്നെ. ഇടയ്ക്ക് പാപ്പി എങ്ങനെയുണ്ട് ബെഡ്? ഇഷ്ടപ്പെട്ടു? ചാടി കളിക്കാൻ പറ്റുന്ന ബെഡാണോ? നല്ല ക്ലാസി അപ്പിയറൻസ് ആണ് നമ്മുടെ ഇപ്പം റൂമിനാണല്ലോ ഉള്ളത്. ഇവിടെ ഓരോ വാളിലെ ഡെക്കറേഷൻസ് ഇവർ കൊടുത്തിരിക്കുന്നത് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഇവിടുന്ന് നമുക്ക് നേരെ ഈ പുറത്തേക്കുള്ള വ്യൂ ആണ് കിട്ടുന്നത്. ഒരു വിൻഡോ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ വിൻഡോയിൽ നിന്നും ഒരു കർട്ടനും ഉണ്ട്. ഒരു വെയിൽ അടിക്കാൻ തോന്നി കഴിഞ്ഞാൽ അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കർട്ടനും, അല്ലെങ്കിൽ നേരെ തന്നെ ഒരു ഡയറക്റ്റ് ഈ കനാലിലേക്കുള്ള ഒരു വ്യൂ നമുക്ക് കായലിലേക്കുള്ള വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ബാത്റൂം ഉള്ളത് ഭയങ്കര ഒരു പോസിറ്റീവ് പോയിന്റ് തന്നെയാണ്. നല്ല വൃത്തിയായിട്ടുള്ള ഒരു ബാത്റൂമും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ്, ഒരു വർക്ക് പ്ലേസിൽ നിന്നൊക്കെ ട്രിപ്പിന് വരുന്നവർക്ക് പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയായിട്ട് എനിക്ക് തോന്നുന്നു. നല്ലൊരു സെലക്ഷൻ തന്നെയാണിത്. നമ്മൾ വാങ്ങിച്ച നമ്മുടെ ഫ്രഷ് പ്രോൺസ് നന്നാക്കുന്ന നമുക്ക് നേരിട്ട് അടുത്ത് കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ചേട്ടൻ അത് നന്നാക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഞരമ്പ് പോലെ ഒരു പോർഷൻ ഉണ്ട്. അതും നമ്മളതിനെ ഒരു ലോങ്റ്റ്യൂഡിനലായിട്ട് അതിനൊന്ന് കട്ട് ചെയ്തിട്ട് അതിന്റെ ആ ഞരമ്പ് വരുന്നത് അന്ന് എടുത്തു മാറ്റി അതിന്റെ ഹെഡ് പോർഷനും ഒരു നാരൊക്കെ വരുന്നത് ആദ്യം നമ്മളങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് ഇതേപോലെ നേരെ ഒരു കട്ടും കൊടുത്തിട്ട് ഉള്ളിലുള്ള നാരും എടുത്ത് കളഞ്ഞ് നമ്മള് ഇവിടെ സൈഡിലേക്ക് വരുമ്പോൾ ചെറിയ മണലും അങ്ങനെ കുറച്ച് അഴുക്കുള്ളതും കൂടെ നമ്മൾ ഡയറക്റ്റ് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് അങ്ങ് വരും. ഇത്രയും മാത്രമേ ഉള്ളൂ പ്രോൺസിന്റെ പരിപാടി. നമ്മള് ഇത് ഷെല്ല് കളയാതെ വേണമെന്നുണ്ടെങ്കിലും കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഷെല്ല് കളഞ്ഞ് അതിന്റെ ആ ഒരു ഫ്ലഷ് വരുന്ന പോർഷൻ മാത്രം എടുത്തിട്ടാണെങ്കിലും കുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓപ്ഷൻ പറഞ്ഞത് അത് ഷെല്ല് ഇരുന്നോട്ടെ എന്ന് തന്നെയാണ്. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് നമുക്ക് കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ. അപ്പൊ ഞാനും ഒരെണ്ണം കട്ട് ചെയ്തൊന്ന് ട്രൈ ചെയ്യുക. സിമ്പിൾ ആണ് കാര്യം പ്രോൺസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. സിമ്പിൾ ആണോ ഡിമ്പിൾ ആണോ എന്നൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് പറയാം. അതെ, അവര് ചെയ്ത് കണ്ടപ്പോ എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നി. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ എങ്ങനെ ഇരിക്കുമെന്ന്. ഇവിടുന്ന് കട്ട് ചെയ്യുന്നേ. പിന്നെ ഇങ്ങനെ ഒരു കട്ട് കൊടുത്തു. ഇങ്ങനെ നമ്മൾ നേരെ വെച്ചിട്ട്
ഓ ചേട്ടൻ ചെയ്തപ്പോഴത്തേക്ക് സിമ്പിൾ ആയിട്ട് അങ്ങ് ഏറ്റം വരെ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പോയി. ഇപ്പൊ എനിക്ക് ഓരോ സെക്ഷൻ ആയിട്ട് കഷ്ണമായിട്ടാ വരുന്നത്. ഇത് സിമ്പിൾ അല്ല കേട്ടോ, ഇത് കുറച്ച് ഡിഫിക്കൽട്ടാ. ഞാൻ എന്റെ വാക്ക് തിരിച്ചെടുത്തേക്കുന്നു. ഇത് തുറന്നു വരുന്നില്ലല്ലോ. ഇങ്ങ് വരെ കട്ട് പോയി അല്ലേ? ഓക്കെ. ഇനി വിച്ചാത്തി വെച്ചിട്ട് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് പൊളത്തിയിട്ട് ഉള്ള ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാം. ഇതിന്റെ ഫ്ലഷ് വരുമ്പോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, അങ്ങ് പെട്ടെന്ന് കട്ടായി പോകുന്നുണ്ട്. ഇനി ഇവിടെ ഒന്ന് ജസ്റ്റ് എടുത്ത് മാറ്റി ഡയറക്റ്റ് നമ്മള് ഇവിടെ ഒരു നാരൂടെ ഉണ്ട്. നാര് കളയുന്ന കാര്യം ഞാൻ മറന്നുപോയി. ഇതാണ് അതിന്റെ നാര് വരുന്നത്, ഒരു ഞരമ്പ് പോലത്തെ പോർഷൻ വരുന്നെന്ന് പറഞ്ഞത്. അപ്പൊ അത് എനിക്ക് കിട്ടി. അപ്പൊ ഇത് എന്താണ് സംഭവം എന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്നാലും അത് കളയേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പ്രോൺസിന്റെ പരിപാടി തരുന്നു. ഇത്രേ ഉള്ളൂ, പൊളിച്ചു കളയും. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പ്രോൺസ് ഞാൻ സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ഈ പ്രോൺസ് എനിക്ക് കഴിക്കാൻ കിട്ടത്തെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അത് തിരിച്ചു വെക്കുന്നു. കിച്ചണിന്റെ പുറകിൽ ഇത് ബോട്ടിൽ തന്നെ ഏറ്റവും ബാക്ക് സൈഡ് ആയിട്ട് വരുന്ന റീജിയനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ പുറകിലേക്ക് നമുക്ക് കാണാം. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു റിസോർട്ടാണ്. ഇത് ആക്ച്വലി ഫോറിനേഴ്സും ടൂറിസ്റ്റും ഒക്കെ വന്ന് സ്റ്റേ ചെയ്ത് നല്ല ഒരു കായലിലേക്കുള്ള അടിപൊളി വ്യൂ ഒക്കെ കണ്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമാണ്. അടിപൊളിയായിട്ടേ പുറകെ ഒന്നിന് പുറകെ ഒന്നായിട്ട് 3-4 എണ്ണം ഉണ്ട് തോന്നുന്നു. അങ്ങ് ലാസ്റ്റ് വരെ ഉണ്ട്, കാണുന്നുണ്ട്. അപ്പം കണ്ടിട്ട് നല്ല അടിപൊളിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല എന്നേ ഉള്ളൂ കേട്ടോ. അയ്യോ അത് വെറൈറ്റി ആണ് കേട്ടോ. ഈ ഒരു സെക്ഷൻ ഇങ്ങനെ ഒരു ലൈൻ പോലെ അങ്ങ് പോകുന്ന ആ ഒരു ഭാഗത്ത് മാത്രമാണ് മണ്ണ് ഉള്ളത്. അവിടെയാണ് ഇതുവരെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിന്റെ അപ്പുറത്തും 2 സൈഡിലും കായലാ. അപ്പൊ ഇങ്ങനെ വെള്ളത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷനിൽ ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത് നല്ലൊരു അടിപൊളി ഒരു റിസോർട്ടാണ് കേട്ടോ കണ്ടിട്ട്. കാസിനോ ഗ്രൂപ്പിന്റെ റിസോർട്ടാണ്. കാസിനോ ഗ്രൂപ്പോ? ഇങ്ങോട്ട് പിന്നെ ഗസ്റ്റിനെ കൊണ്ടുവരുന്നത് ബോട്ടിലാണ്. രണ്ടുപേരും പക്ഷെ ബോട്ടിലാണ് അവർ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഫോറിനേഴ്സ് ആണ് കൂടുതലും അവിടെ വരുന്നത്. ഇത് ഒരു 30 വർഷത്തിന് മേലുള്ള നേരെ ചേർന്ന് തന്നെ ഒരു ബോട്ട് വന്ന് നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നേരെ നോക്കി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഇച്ചിരി മരങ്ങളൊക്കെ കൂടി നിൽക്കുന്ന ആ ഒരു ഏരിയ ബേർഡ് സാങ്ച്വറി ആണ്. അപ്പൊ അതിന്റെ ആ ഭാഗത്ത് ഇടഭാഗത്ത് കാണുന്നത് ഇതേ നമ്മളിപ്പോ വന്ന വഴിയില് നമ്മൾ വന്ന ആ ഒരു കനാല് പോലത്തെ ഒരു കനാലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് കൊക്കും അവിടെയൊക്കെ നീർക്കാക്കയും ഒക്കെ കാണാം വെള്ളത്തില്. വളരെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമാണ് കേട്ടോ. ചെറിയ വെയിലൊക്കെ അടിച്ച് തുടങ്ങുന്നുണ്ട്, ഉച്ച സമയം ആയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് അപ്പൊ ഇത്ര വെയിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഉള്ളിൽ നല്ല കൂൾ ആൻഡ് കാം, നല്ല ഒരു തണുപ്പാണ് ബോട്ടിന്റെ ഉള്ളില്. എത്ര ബോട്ടുകളാണ്, എത്ര ഹൗസ് ബോട്ടുകളാണ് പോകുന്നത് കണ്ടോ. അങ്ങനെ ഞങ്ങള് സ്പെഷ്യൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. തെങ്കള്ളില് നല്ല മധുര കള്ള് വരുന്നുണ്ട്. ഇതിപ്പോ അത് കുറച്ച് ഡിമാൻഡ്. ഞങ്ങൾക്ക് ഓർഡർ ചെയ്ത സമയത്ത് ആർക്കും ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞവർ പോലും ഇപ്പം ഗ്ലാസ് മുട്ടി നിൽക്കുകയാണ്. കുറച്ചുകൂടെ താന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്കും അങ്ങോട്ട് ഒരു ഗ്ലാസ് ഇങ്ങോട്ടൊക്കെ കഴിച്ചേരെ. മതി അടിപൊളി സാധനം കേട്ടോ. പുഞ്ചയിലേക്ക് വെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കുറുമ്പി. അന്തിക്കൂടെ കാമത്തി ഞാൻ ഇളം കള്ള കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുഞ്ചകിണി വെള്ളം തേവണം കള്ളിക്കുയിലേ. കഞ്ചത്തിലും മീനും പിടിക്കണം കായൽ തിരകൾ വിളിക്കുന്നു തകതിന് തിമിർതേൻ. അമ്പുളിച്ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിന് തിമിർതേൻ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കാരും. താഴത്തെ ഫ്ലോറില് ഒരു 2 റൂമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു റൂം ഇപ്പൊ കണ്ടു കഴിഞ്ഞു. രണ്ടാമത്തെ റൂമിൽ വരുമ്പോഴത്തേക്കും അവിടെ 2 റൂമിലും AC ഉണ്ട്. അതേപോലെ തന്നെ
അത്യാവശ്യം ടേബിളിന്റെ സെറ്റപ്പിൽ ഇവര് ഇവിടെ വാളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ വാൾ പെയിന്റിങ്സ്, വാൾ ഒരു ഇന്റീരിയർ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മള് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ഒരു ബോട്ടാണെന്ന്, ഒരു ഹൗസ് ബോട്ട് ആണെന്ന് തോന്നിയാൽ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത്ര അധികം സൗകര്യങ്ങളോ ഇത്ര അധികം സ്പേഷ്യസ് ആണ് നമ്മള് ഓർക്കത്തില്ല. ഇവിടെ നിന്ന് ഉള്ളിൽ നിന്ന് നമുക്ക് ഇവിടെ ഉള്ള ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഒരു കൂള് കാം ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലാ റൂമിലും ഉള്ള 2 റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, AC ഉണ്ട്, ഫാൻ ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും 2 റൂമിലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോസ്റ്റിന് എന്താ പറയാ, കോസ്റ്റിന് വർത്താണ്, നമ്മൾ കൊടുക്കുന്ന ഫീസിന് വർത്തായിട്ടുള്ള എല്ലാ എലമെന്റ്സും അവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ല ഇവിടെ എല്ലാ പോയിന്റിലും അവർ കൊടുത്തേക്കുന്ന ഡെക്കറേഷൻസ്, വാൾ പെയിന്റിങ്സ് ഒക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടാണ് കേട്ടോ. നല്ല ഒരു കായലിന്റെ ഒരു റിസംബ്ലൻസ് വരുന്ന മരമൊക്കെ കൂടെ ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കായലിന്റെ നടുക്ക് കൂടെ ഓടുന്ന ഹൗസ് ബോട്ടിൽ അതിനെ റിസംബിൾ ചെയ്തിട്ടുള്ള ഒരു പിക്ചർ കൂടെ വരുമ്പോഴത്തേക്കും നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. 2 റൂമും വന്ന് ഓപ്പൺ ചെയ്യുന്നത് ഒരു സെന്ററിലൂടെ, ഒരു സൈഡിൽ കൂടെ ഒരു ചെറിയ പാത്തില് അങ്ങനെ സെന്റർ ഹോളിലേക്കാണ് വന്നെത്തുന്നത്. ഇവിടെ നമുക്ക് ഈ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും നല്ല സീലിംഗ് വർക്കും ഒക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹാൾ തന്നെയാണിത്. സോഫയും അതേപോലെ തന്നെ ഒരു ടേബിളും പിന്നെ ചുറ്റും ചെയർസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 14 പേരായിരുന്നു വന്നത്. ഞങ്ങൾ 14 പേർക്കും സുഖമായിട്ട് ഇരുന്ന് ഫാമിലി ഗെയിംസും ഫാമിലി ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയ തന്നെയായിരുന്നു ഇത്. ഇവിടുന്ന് നോക്കിയാൽ നമ്മൾ എന്താ പറയുന്നത്, നല്ല മുന്നോട്ട് പോകുന്ന നമ്മുടെ ഹൗസ് ബോട്ടിനെ നേരെ കണ്ട് നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഏരിയ തന്നെയാണ് ഈ പറയുന്നത് സെൻട്രലിലെ ഈ ഹോള്. ബോട്ട് യാത്ര, ഹൗസ് ബോട്ട് യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. 2 മണിക്കൂർ സമയം പോയത് തന്നെ അറിഞ്ഞില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ ബോട്ട് ഒരു സൈഡിൽ ഒരു തീരത്തേക്കായിട്ട് നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. ഉച്ചക്കത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടേക്കുന്നത്. അപ്പം താഴെയുള്ള ഡൈനിങ് ഹാളിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് താഴെ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഫുഡൊക്കെ ഏകദേശം റെഡിയാണ്. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കിച്ചണിലൊന്ന് പോയ സമയത്ത് ഫുഡൊക്കെ എല്ലാം വറുത്ത് പൊരിച്ച് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മണടിച്ചപ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ ടേബിളിലെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾ കൊതിപ്പിക്കാം. അപ്പോൾ അങ്ങനെ ഇപ്പം തീരത്ത് ഞങ്ങൾ നിർത്തിയിട്ടേക്കുന്നത് ഞങ്ങൾക്ക് ഒരു ചൂണ്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളപ്പോൾ അത് ചൂണ്ടയിട്ട് മീനെ പിടിക്കണമെങ്കിൽ നമുക്കത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് ചൂണ്ടയിട്ട് ചൂണ്ടയിൽ ഇത് കൊളുത്തിയിട്ടുള്ളത് മീനെയൊക്കെ പിടിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടിൽ തന്നെ ഞങ്ങളിപ്പോൾ നിർത്തിയിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പം ഇതിൻ്റെ ബോട്ടിൻ്റെ ഏകദേശം മുകളിലത്തെ നിലയിലാണ്. മുകളിലത്തെ നിലയിൽ ഇങ്ങനെ ഫുള്ള് ഒരു ഓപ്പണായിട്ട് എല്ലാവർക്കും വന്ന് ഒന്നിച്ച് കൂടി വട്ടം കൂടി ഇരുന്ന് വർത്തമാനം പറയാനും പാട്ട് പാടാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ ഉള്ള ഒരു നല്ലൊരു വിശാലമായ ഒരു ഏരിയ മുകളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരിഞ്ഞ് വേണം ഇങ്ങോട്ട് കിടക്കാൻ. അത്യാവശ്യം ഹൈറ്റ്, എൻ്റെ ഹൈറ്റ് ഏകദേശം ഉള്ള ഒരാൾക്ക് സ്ട്രൈറ്റ് നിൽക്കും, കുഴപ്പമൊന്നുമില്ല. നല്ല രസമുണ്ട്. ബോട്ടുകൾ ഇവിടെ ഭാഗത്ത് ഏകദേശം നിർത്തിയിടുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഫുഡും കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചുള്ള യാത്ര തുടങ്ങുന്നത്. അപ്പം താഴെയുള്ള ആ ഒരു ഡൈനിങ് ഹാൾ പോലെ ടേബിളും ചെയർസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നിടത്ത് ഞങ്ങളിരുന്ന് പാട്ടും പാടി കരോക്കെ ഇട്ട് പാട്ട് പാടി അന്താക്ഷരി കളിച്ചും തംശരാട്സ് കളിച്ചും അങ്ങനെയൊക്കെ പല പല ആക്ടിവിറ്റീസിലൂടെ ടൈം പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. നല്ല ശാന്തമായ ഒരു ആംബിയൻസ് ആണ് നമുക്കിപ്പോൾ ഇവിടെ കാണുന്നത്. നമുക്ക് ഇവിടുന്ന് ഈ നേരെ നോക്കി പരുന്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ആ മരത്തിൽ ഇരിക്കുന്ന കാണാം. അതിപ്പോൾ ദാ പറന്നുപോയി, വേറൊരെണ്ണം അങ്ങോട്ട് വന്നിരിക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, കുളിർമയേകുന്ന ഒരു ഫീലാണ് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ.
ഇപ്പം പല ടൂറിസ്റ്റുകളും വന്ന് പോകുന്ന ഒരു ടൈമാണ് ഇവിടെ. ഇപ്പൊ ഇപ്പുറത്തെ ബോട്ടിൽ നമുക്ക് കാണാം എല്ലാം വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. കറിയൊക്കെ ഇല്ല, ഇത് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് എണ്ണയ്ക്കകത്ത് മുക്കി പൊരിച്ചെടുത്ത നല്ല പ്രോൺസും നല്ല മസാലയൊക്കെ ഇട്ട് തേച്ച് വരട്ടി വെച്ച് വറുത്തെടുത്ത കരിമീനും ഒക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് മേശയിൽ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അവിടെ പാവയ്ക്ക വറുത്തതുണ്ട്, ഇവിടെ മീൻ കറി, ചിക്കൻ കറിയുണ്ട്, സാമ്പാർ, അവിയൽ, ഇവിടെ മോരും ഒക്കെ കൂടിയായിട്ട് നമ്മുടെ മേശ വിഭവങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. നല്ല ഒരു എന്താ പറയുക, എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. എനിക്ക് ഉടനെ തന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഫുള്ള് വാരി കോരി എടുത്ത് അങ്ങ് തീർക്കാനായിട്ട് തോന്നി. ഇവിടെ കുറേ അധികം ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ ചുറ്റും ഇരിക്കുന്ന ഈ ഒരു ആംബിയൻസിലിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക രസമാണ്. അത് നല്ല നമ്മുടെ ഫാമിലി ഫുൾ എല്ലാവരും കൂടെ ഒന്നിച്ച് എല്ലാവരും ഒരു വട്ടമേശയിൽ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഇവിടെ ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തേക്കുന്നത് നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ്. ഇവിടെ സീലിങ്ങിലുള്ള അറേഞ്ച്മെൻറ്റ്സും അവിടുത്തെ വർക്ക്സും അതേപോലെ തന്നെ ആ ഒരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തേക്കുന്ന 2 സൈഡിലെ ആ തൂണും ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ആർട്ട് വർക്ക്സും ഭയങ്കര അട്രാക്റ്റീവാണ്. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. എൻ്റെ കൺട്രോള് വിട്ട് പോയിരിക്കുകയാണ്. ഞാനും ഒരു പിടി ചോറെടുത്ത് നല്ല കരിമീനും പ്രോൺസ് വറുത്തതും ഒക്കെ എൻ്റെ പ്ലേറ്റിലേക്ക് നിറച്ചിട്ട് ഞാനും എൻ്റെ പ്ലേറ്റുമായിട്ട് എൻ്റെ പങ്ക് പ്രോൺസ് എടുത്തു. പിന്നെ അവിടെ കാത്തിരിക്കുന്ന എൻ്റെ കരിമീനും ഞാനങ്ങ് പൊക്കി. വാ, കണ്ടിട്ട് കഴിക്കാൻ തോന്നില്ലേ? പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി ഇതാ ഇങ്ങോട്ട് സൈഡിലേക്കിട്ട് അതിൻ്റെ സൈഡിലേക്ക് 2 കഷ്ണം പപ്പടവും ഇട്ട് പേരിന് ഭംഗിക്ക് ഒരു സൈഡിലേക്ക് ഒരു ഇച്ചിരി ഉപ്പും ഇട്ട് ഇച്ചിരി അച്ചാർ അതിൻ്റെ കോർണറിലേക്കും ഇട്ട് മോര് മുകളിലേക്ക് ഒഴിച്ച് ഇച്ചിരി അവിയൽ ആ മീനിൻ്റെ ഇടതുഭാഗത്തേക്ക് അങ്ങ് വെച്ചിട്ട് എല്ലാ വിഭവങ്ങളായിട്ട് നമ്മുടെ പ്ലേറ്റ് നിറഞ്ഞിരിക്കുകയാണ്. ഒരു പിടുത്തം ചോറും എടുത്ത് ഞാനൊന്ന് വായി വെച്ച് നോക്കട്ടെ കേട്ടോ. അപ്പൊ ഈ പ്രോൺസിന്റെ ഒക്കെ ഈ പുറത്തെ തോടൊക്കെ എടുത്ത് പൊളിച്ച് മാറ്റി അതിനകത്തുനിന്ന് ഒരു പീസ് കിള്ളി പറിച്ചെടുത്തിട്ടേ അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി അവിയലും കൂടെ വെച്ചിട്ട് പേരിനൊരു അച്ചാറും ഉള്ളി എടുത്ത് ഇച്ചിരി പപ്പടവും കൂടെ വെച്ച് എന്താ സാധനം ഇതൊക്കെ അടിപൊളി സൂപ്പറാണ് കേട്ടോ. വളരെയധികം പ്രതീക്ഷകളോടെ നമ്മൾ വീണ്ടും ചൂണ്ടയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറേ അധികം മീനുകളൊക്കെ അതിൽ ചുറ്റി കറങ്ങുന്നുണ്ട്. ഈ മീൻ തന്നെ കൊളുത്തിങ്ങ് എടുത്താൽ മതിയായിരുന്നല്ലേ. ചെറുതാണ് പെട്ടക്കുന്ന കരിമീൻ. അയ്യോ, ഞാൻ എന്നാലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മുടെ ഇതില് ചൂണ്ടയില് ഇത്ര വലിപ്പമുള്ള കരിമീൻ പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മള് തക്കാളിയൊക്കെ ഇട്ട് കുറച്ച് നേരം ആയിരുന്നു ട്രൈ ചെയ്യുന്നത്. അപ്പം ഒരെണ്ണം എടുത്ത് നമ്മൾ ഏകദേശം പകുതി വരെ ആയപ്പോഴത്തേക്കും മീനങ്ങ് ചാടിപ്പോയിരുന്നു. ഇപ്പം നമ്മൾ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ആക്ച്വലി ഇപ്പം ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഈ തീരത്തേക്ക് കയറ്റി നിർത്തിയിട്ടേക്കായിരുന്നു. ആ സമയത്ത് നമുക്ക് ചൂണ്ടയിടാനായിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ ചൂണ്ടയൊക്കെ എടുത്ത് ഇവർ തന്നെ ഒരു ചൂണ്ട ഞങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു. ഞങ്ങൾ വേറെ ചൂണ്ടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വളരെ വിദഗ്ധനായ സാബുശാസൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കരിമീൻ പിടിച്ചു വന്നിരിക്കുകയാണ്. എടാ, നീ കണ്ടോ? അപ്പം 3 മണി സമയമായിട്ടുണ്ട്. നമുക്ക് തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തണം. ഇതിപ്പം നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ശരിക്കും നമ്മുടെ ബോട്ടിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഡിസൈൻ നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയായിട്ടാണ് അത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ബോട്ടിന്റെ. അപ്പം നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള ഗ്യാപ്പിൽ നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂണ്ട ഇട്ട് നോക്കിയപ്പോൾ അങ്ങനെ നമുക്കൊരു കരിമീനെ കിട്ടി. നമ്മൾ മൊത്തത്തിൽ ഹാപ്പിയായി. അങ്ങനെ ഇപ്പം നമ്മുടെ ബോട്ട്, നമ്മുടെ ഹൗസ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വെള്ളത്തിങ്ങനെ കീറി മുറിച്ചുകൊണ്ട് അതിങ്ങ് ചീറി പായാൻ വേണ്ടി തുടങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഒരു അടിപൊളി വ്യൂ ആണ് ആക്ച്വലി ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. അവിടുന്ന് ആ ദൂരെ നിന്ന്
നീണ്ടു നിവർന്ന് കിടക്കുന്ന ആ കായലും അതിനെ കീറി മുറിക്കാനായിട്ട് വിതുമ്പി നിൽക്കുന്ന നമ്മുടെ ഹൗസ് ബോട്ടും ഒക്കെ കൂടി ആയിട്ട് നല്ല ഒരു ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഇതിലെ കൂടെ നല്ലൊരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. സൈഡിൽ കൂടെ അങ്ങ് കുറച്ചധികം ലെങ്കിൽ നമുക്ക് അങ്ങ് നടന്നു പോവാവുന്നതാണ്. അപ്പം സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമ്മുടെ റിട്ടേൺ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഫർദർ വിശേഷങ്ങൾ നമുക്ക് ഉള്ളിലേക്ക് കടന്ന് വീണ്ടും കാണാം. വരുന്നു. ഇപ്പൊ നമ്മള് ബോട്ടില് ഏകദേശം എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പാതിരാമണൽ ഐലൻഡിന്റെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. ദൂരെ നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ചേട്ടൻ്റെ ഞാൻ ഇതിന്റെ യന്ത്രം പയ്യെ ഒന്ന് കൈമാറി എനിക്കൊന്ന് കറക്കാനുള്ള ആഗ്രഹത്തിൽ ഞാൻ അങ്ങോട്ടങ്ങ് വാങ്ങിക്കുവാണേ. എല്ലാരും ജാക്കറ്റൊക്കെ ഇട്ടിരുന്നോ? ക്യാപ്റ്റൻ ഡോക്ടർ അന്ന ജോസഫ്. ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നില്ലേ? പോയോ? ചേട്ടൻ എങ്ങോട്ട് തിരിക്കേണ്ടത്? അപ്പൊ നമ്മള് ദൂരെ കാണുന്ന ഈ ഇത് പാലം എന്ന് പറയുന്നത് തണ്ണീർമുക്കം ബൺ റോഡാണ് ആ ദൂരെ കാണുന്നത്. ഈ ഐലൻഡിലൂടെ ആക്ച്വലി പണ്ട് ആൾക്കാരൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്തോണ്ടിരുന്ന, പക്ഷെ ആക്ച്വലി ഇപ്പൊ അങ്ങോട്ടുള്ള പോക്ക് നിരോധിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് എത്താൻ അത്ര വലിയ ഈസി അല്ല. അങ്ങ് ചേർന്ന് നമുക്ക് കപ്പൽ അടുപ്പിക്കാനായിട്ട് ബോട്ട് അടുപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ചെറിയ മഞ്ച് പോലത്തെ ഒക്കെ അങ്ങോട്ട് അങ്ങോട്ട് എത്താനുള്ള ഒരു സാഹചര്യം ഉള്ളൂ. ഇപ്പൊ ഇത് ആക്ച്വലി കുറച്ച് ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് വരും, പക്ഷെ ഒരു പൊസിഷനിൽ എത്തി കഴിയുമ്പോഴത്തേക്ക് ഒരു ഗ്രിപ്പ് ഉണ്ട്, ഒരു പിടുത്തം കൂടുതൽ നമുക്ക് കറക്കാനായിട്ട്. ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വെറുതെ കറക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ്. ഇതിൽ ഇങ്ങനെ ഇട്ട് അതെ കപ്പിത്താനായിട്ട് ഇങ്ങനെ ഇരിക്കാനേ ഒരു പ്രത്യേക രസമുണ്ട്. ഈ ഡയറക്റ്റ് ആയിട്ട് അവിടുന്ന് വെയിൽ വന്ന് മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. ടൈറ്റിലേക്ക് വെച്ച് പിടിക്കണം അല്ലേ? ഓക്കെ, അതൊരു പോയിന്റ്. അപ്പം ഇനി കൂടുതൽ കറങ്ങത്തില്ല, കറങ്ങുന്നതിന്റെ മാക്സിമം എത്തിയിട്ടുണ്ട്. നല്ലൊരു രസമാണ് കേട്ടോ. ഫുൾ ഫാമിലി എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന നല്ല ഒരു സെറ്റപ്പ്. ഇതിപ്പം എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കരയിൽ എത്തുമായിരിക്കും, അതുകൊണ്ട് തന്നെ ഇതാണ് ഷിക്കാരി ബോട്ട്. നമ്മള് മുന്നേ കണ്ട ഐലൻഡിലേക്ക് എത്താൻ പറ്റുന്ന ഇതേപോലെ ചെറിയ ബോട്ടുകളാണ്. ഇതാണ് ഷിക്കാരി ബോട്ടുകൾ. ഇതിൽ കയറാൻ പറ്റിയിട്ടില്ല, അത് ആക്ച്വലി ചെറുതാണ്. അതിന്റെ ബേസ് താഴേക്ക് അത്ര ആഴില്ലാത്തതുകൊണ്ടായിരിക്കാം നല്ല ഈ ഐലൻഡിന്റെ ഒക്കെ തൊട്ട് ചേർന്ന് അടുത്തേക്ക് തന്നെ എത്താൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ആ കണ്ണിലേക്ക് നേരെ അടിച്ചു ചേർന്ന് ആ വെയിലൊക്കെ മാറിയിട്ട് നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. കിളികളൊക്കെ ഇപ്പൊ പറന്ന് നടക്കുന്നു കൂടി ആയിട്ടേ കാണാൻ. അങ്ങനെ ഞങ്ങള് ഇവിടെ ഒരു ചായയൊക്കെ ഇരുന്നോണ്ടിരുന്ന സമയത്ത് നമ്മുടെ സ്പീഡ് ബോട്ട് സൈഡിലേക്ക് വന്നാൽ ഞങ്ങൾ നിർത്തിയിട്ട് അവിടെ ഒരു ട്രിപ്പ് അടിക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ പോവാണ്. അങ്ങനെ ഞങ്ങൾ പോവാണ്. നമ്മുടെ ജാക്കറ്റ് ഒക്കെ ഇട്ട് ഞങ്ങൾ നല്ല സേഫ് ആയിട്ട്, എനിക്ക് ഏറ്റവും നല്ല ലാസ്റ്റത്തെ സീറ്റാണ് കിട്ടിയേക്കുന്നത്. ബൈ. അങ്ങനെ നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. കുറെ അധികം നേരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മോഹിച്ചു പോയി. കൊള്ളായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. ഇത് നമ്മള്
ബോട്ട് പോകുന്ന സമയത്ത് ജസ്റ്റ് പെട്ടെന്ന് ടേൺ എടുക്കുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചെരിയും. അതൊരു ഭയങ്കര വല്ലാത്ത ഫീലാണ് കേട്ടോ. നമ്മൾ ഈ അഡ്വഞ്ചർ പാർക്കിൽ വണ്ടർലായിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ റൈഡുകളിൽ കയറുന്ന ഒരു ഫീലാണ് നമ്മൾ ഈ പെട്ടെന്നുള്ള ടേൺ എടുക്കുന്ന സമയത്ത്. ഭയങ്കര രസകരമായുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അത്ര ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയിലൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിലുള്ള ചീറിപ്പഞ്ഞ് കാറ്റടിക്കുന്ന വെള്ളം ഇങ്ങനെ എറുമ്പുന്ന ഒക്കെ കൂടെ വെച്ച് വരുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര വല്ലാത്ത ഫീലായിരുന്നു. അത് അടിപൊളിയായി. ഇത് മിസ്സാക്കിയിരുന്നെങ്കിൽ അത് വലിയ ലോസ് ആയി പോയേനെന്ന് ഞാൻ ഓർക്കുന്നു. അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു പോയ പോലെ തോന്നുന്നു കേട്ടോ. ഇത് നമുക്ക് റേറ്റ് വന്നത് പെർ ഹെഡ് 300 രൂപയായിരുന്നു. അപ്പം ഞങ്ങൾ 1 2 3 4 5 7 പേര് കയറി ബോട്ടിൽ. അപ്പം അങ്ങനെ നല്ല പൊളി ഫീലായിരുന്നു. പരിചയപ്പെടുത്തിയതായിരുന്നു ഇങ്ങനെ ഒരു ചെറിയ ഒരു സിറ്റ് ഔട്ട്, നമ്മുടെ വീട്ടിലെ സിറ്റ് ഔട്ട് പോലത്തെ ഒരു ലൊക്കേഷൻ ഇവിടെ മുകളിലേക്ക് അപ്സ്റ്റേഴ്സ് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് കാണുന്ന ഇത് നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇവിടെ ഇരിക്കാനായിട്ട് പറ്റിയൊരു സൂപ്പർ ലൊക്കേഷനാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങ് കഴിയുമ്പോഴത്തേക്ക് നല്ല ഈ രസത്തിൽ ഈ സൺസെറ്റൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ച് ഇവിടെ ഞങ്ങൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ മെൻഷൻ ചെയ്തേക്കാം. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തേക്കാം. ഇത് ഞങ്ങൾക്ക് ഇപ്പം റേറ്റ് ഇത് പൊതുവെ വരുന്നത് 7500 റേഞ്ചിലാണ് വരുന്നത്. ഹൗസ് ബോട്ടിന് മാത്രം. ഫുഡ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 300 പെർ ഹെഡ് ഫുഡ്. ഇപ്പോൾ 14 പേരോട് കൂടി ഹൗസ് ബോട്ട് എടുത്ത് ഏകദേശം 13,000 to 14,000 നമുക്കായി. ഹൗസ് ബോട്ടിന് ടോട്ടൽ നമുക്ക് സ്പെൻഡ് ആകുന്ന. കഴിഞ്ഞ കാലം കൊഴിഞ്ഞ ശ്രമം പൂത്തുവിടർന്നു. നിറുമൻ പ്രാണനിൽ നീ അശതം തേനൊഴുക്കി. നിറുമൻ പ്രാണനിൽ നീ അശതം തേനൊഴുക്കി. ഉലകമുകുളമേന്തി രാഗവൃന്ദാവനം. വൈശാഖ സന്ധ്യ നിൻ ചുണ്ടിലെന്തേ അരുമ സഹിത നഗര കാന്തിയോ. 15 രാവിലെ പാലാഴിത്തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു. കുളിയിലക്കരമുണ്ട് പുതച്ചാട്ടെ നിന്റെ സഖിമാരെ ഉണർത്താതെ വന്നാട്ടെ. മഠത്തിലെ ഇണക്കൊയിലേ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കൊയിലേ വേണം, കോടി തോരണങ്ങൾ വേണം. വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള നിങ്ങായി പെണ്ണിനെ കണ്ടേ ഞാൻ. ചന്തയിലെ കരിനെ ചെന്നീനെ പെണ്ണിനെ കാലുള്ള കാരണമില്ലാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ബോട്ട് നമ്മുടെ ഹൗസ് ബോട്ട് യാത്ര തീരാറാകുമ്പോൾ ഒരു സങ്കടം. വീണ്ടും ഞാൻ വന്ന് നിന്ന ലൊക്കേഷനിലൊക്കെ തന്നെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഇത് നമ്മുടെ ബോട്ടിന്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുകളിലൊരു ബാൽക്കണി പോലെ ഒരു അറേഞ്ച്ഡ് സെറ്റപ്പ് ഇവിടെ ഉണ്ട്. നമുക്ക് അവിടെ ചെയർ ഇട്ടിരുന്ന പോലെ തന്നെ ഇവിടെയും ചെയർ ഇട്ട് ഇവിടെ ഇരുന്ന് ഭംഗിയായിട്ടുള്ള ഇത് സൈറ്റ് സീയിങ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നല്ലൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വന്ന് ഫാമിലി ഫുള്ള് ജോലിയായി വർത്താനമൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെ ഇത്. ഇവിടെ നിന്ന് പുറത്തേക്ക് നല്ല ഒരു വ്യൂവും കിട്ടുന്നുണ്ട്. അപ്പം താഴെ ഇരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഒരു എന്താ പറയുക, നല്ലൊരു ഫീല് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് തോന്നിയത്. നമുക്ക് ഒന്നുകൂടെ ആ റൂമുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് മുകളിലേക്ക് പോകുന്ന സ്റ്റേഴ്സ്. നല്ല ഭംഗിയായിട്ടാണ് സ്റ്റേഴ്സ് പോലെ ഇവരിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്.
നമ്മുടെ ഇപ്പൊ വരെയുള്ള വീഡിയോയിൽ നമ്മുടെ സീലിംഗിന്റെ ലൈറ്റിംഗ് ഒന്നും അത്ര കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പം ജസ്റ്റ് ഒരു റൗണ്ടിൽ നമ്മുടെ ഇവിടുത്തെ സീലിംഗ് ഡെക്കറേഷൻസ് ഒക്കെ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സെന്റർ ഹാളിൽ വരുന്ന ഡെക്കറേഷൻസും ലൈറ്റിങ്ങും ഒക്കെ. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഇവിടുത്തെ ഡെക്കറേഷൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു രണ്ട് ബ്ലൂ ലൈറ്റും ഒരു റെഡ് ലൈറ്റും കൂടെ വരുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലെ ജെർമിക്കുട്ട? നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഒരു ബെഡ്റൂം. ഇത് റൂമിനുള്ളിലും അവിടെ മാത്രമല്ല, നമ്മുടെ പോണ വഴിയിൽ ഈ പാത്തിലും അവര് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം വരുന്നത്. ഇത് ഭയങ്കര ഒരു കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് രണ്ട് റൂമിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സും സീലിംഗ് വർക്ക്സും എല്ലാം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇതിൽ സ്റ്റേ വരുന്നത് മാക്സിമം 2 ഫാമിലീസിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരു 12 മണിക്ക് തുടങ്ങി പിറ്റേ ദിവസം 9 മണിക്ക് ചെക്കൗട്ട് വരുന്ന രീതിയിൽ ഒരു ഫുൾ നൈറ്റ് സ്റ്റേ വരുന്ന രീതിയിൽ അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഒരു ബൾക്ക് ഓഫ് ആൾക്കാർ വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം വലിയൊരു ഹൗസ് ബോട്ട് തന്നെയാണിത്. അപ്പോൾ ഇതിന്റെ റേറ്റ് ഏകദേശം അപ്പം 2 ഫാമിലി ആയിട്ട് അങ്ങനെ വരുന്ന സമയത്ത് 15,000 അറൗണ്ട് ആയിരിക്കും റേറ്റ് വരിക. അത് വേരി ചെയ്യാം, സീസൺ അനുസരിച്ച് വേരി ചെയ്യാവുന്നതാണ്. അപ്പം ഭയങ്കര നല്ല ഒരു എന്താ പറയുക കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. ഇത് 2 റൂമിൽ ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബാത്റൂമും ഉണ്ട്. ഈ ബഡ്ജറ്റിൽ നമ്മളിപ്പോൾ ഫാമിലി അതായത് നൈറ്റ് സ്റ്റേ ഉൾപ്പെടുന്ന ആ പാക്കേജിൽ ഫുഡും ഇൻക്ലൂഡഡ് ആണ്. അതിന് സെപ്പറേറ്റ് പേയ്മെന്റ് വരുന്നില്ല. നമ്മുടെ 5 മണിക്കൂർ ഹൗസ് ബോട്ട് യാത്ര എങ്ങനെ തീർന്നു എന്ന് എനിക്കറിയത്തില്ല. കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കും 5 മണിക്കൂർ സമയം അങ്ങ് കടന്നുപോയി. പല ആക്ടിവിറ്റീസും എൻജോയ് ചെയ്യാനുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ആയിട്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ബോട്ട് തിരിച്ച് കരയ്ക്കെത്തി എല്ലാവരും പയ്യെ ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡ് ആണെങ്കിലും ഒന്നും പറയാനില്ല, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ എന്റെ അമ്മയുടെ ചെന്നിക്ക് കണ്ണൽ, എന്റെ പെൺ കെട്ടുകൊണ്ടുപോയി, എന്റെ അമ്മയുടെ ബ്രാൻഡി കുപ്പി, എന്റെ പോയി, എന്റെ അമ്മയുടെ ബ്രാൻഡി കുപ്പി ആയിപ്പോ ആ തെറ്റിപ്പനിക്ക് തോന്നുന്നു. ഒന്നോടി സ്റ്റാർട്ട് ചെയ്യാം ബ്രാൻഡി കുപ്പിയൊക്കെ അങ്ങനെ മാറി. മുട്ടോളം പിന്നെ ചാടിയാൽ ചട്ടിയോളം ചുമ്മാ ഊതാൻ നോക്കാതെ തായം കളിക്കാൻ നിൽക്കാതെ നാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കോയിലാളെ കെട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഹൃദയം പൊട്ടി വഴിയും തെറ്റി വിടത്തി സിറ്റി നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണി കിട്ടി. എല്ലാ തമാശ, എല്ലാ നിരാശ, എല്ലാ ഹമാശ ദൂരമാല. അവിടുന്ന് പടം പാടാം. കുറ്റവാളി അമ്പലങ്ങൾ പഠിച്ചെടുത്ത പറ്റതായി അടിച്ചമർത്തി അടുത്ത് ചെന്ന് കാവലായി ചന്ദ്രൻ ശീലമില്ല തോൽവിയിൽ കുരുത്തതാണ് പഴുത്തതാണ് ഉന്മ തോറ്റുപോയ ദുഃഖമാണ്. നീർത്തുള്ളിയിൽ മഴവില്ലു തീർക്കുന്ന സ്വർണപ്രഭാമയി ഭാര്യ, കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. അവിടുന്ന് തലകുത്തി 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 ചാടേണ്ടേ, മല കയറി പോകേണ്ടേ. അവിടുന്ന് തലകുത്തി 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 തലകുത്തി. ഇതൊരനർഘ സംഗീത സല്ലാപം അലറിയും ആശാരതീരം. അതിനമൃതു പെയ്യും ഈ 7ാം യാമം അറിയാതെ അറിയാം പിടിക്കണം. വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു താപതിമിതിമിർदै അമ്പിളിച്ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിരിഞ്ഞായി പാടുന്നു. ഇതൊരമര സംഗീതയാമം, ഇതൊരമര സംഗീത സല്ലാപം ഇരയൊഴിയുമാശാരതീരം.
അതിലമൃതു പെയ്യും ഈ ഏഴാം യാമം അറിയാതെ അറിയാതെ ഈ പവിഴത്തിങ്കലറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ. കുട്ടനാട് കായലിലെ കൊച്ചു വെള്ളമല്ലായിരുന്നു, അത്യാവശ്യം നല്ല വെള്ളമായിരുന്നു ഇത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വെള്ളം തുടങ്ങി ഞങ്ങള് ഫുൾ ഏരിയ കവർ ചെയ്ത് ആസ്വദിച്ച് നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇനിയും ഇതേപോലെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഡോക്ടർ അന്നാസ് യാത്രാ ഡയറീസ് ജസ്റ്റ് സൈനിങ് ഓഫ്. ബൈ ബൈ.